വെൽക്കം ബാക്ക്. ഇലാസ്റ്റിസിറ്റി എന്ന ചാപ്റ്ററിലെ പാർട്ട് 3 സെക്ഷനാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് അതിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മൂവ് ഓൺ ഫസ്റ്റ് പേജ്. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്താണ്? യങ്സ് മോഡുലസും അഥവാ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന ടേമാണ്. ഒരു എൻജിനീയറിംഗ് മേഖലയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് യങ്സ് മോഡുലസ് അഥവാ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നത്. അപ്പം ത്രൂ ഔട്ട് ഈ ഒരു ടേം നിങ്ങളുടെ മനസ്സിൽ എന്തായാലും വേണം, എന്താണ് യങ്സ് മോഡുലസ് എന്ന്. അപ്പം അതിനൊരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ within elastic limit is known as Young's modulus or modulus of elasticity. എന്താ പറഞ്ഞിട്ടുള്ളത്? വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്, ഇലാസ്റ്റിക് ലിമിറ്റിനുള്ളിൽ സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിനിൻ്റെയും റേഷ്യോയിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. അതിന് വേറൊരു പേരും കൂടെ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇതിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഇ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ഇ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ്സിന് യൂണിറ്റ് ഉണ്ട് അല്ലേ? സ്ട്രെയിന് യൂണിറ്റ് ഉണ്ടോ? ഇല്ല, നമ്മൾ പഠിച്ചതാണിത്. അപ്പോൾ യങ്സ് മോഡുലസിൻ്റെ യൂണിറ്റ് സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് തന്നെയായിരിക്കും ഉണ്ടാവുക. മൂവ് ഓൺ നെക്സ്റ്റ് ടേം എന്താണ്? മോഡുലസ് ഓഫ് റിജിഡിറ്റി. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്, മോഡുലസ് ഓഫ് റിജിഡിറ്റി. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കും, യങ്സ് മോഡുലസിനെ പറ്റിയാണെങ്കിൽ ദ റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ഈസ് നോൺ ആസ് ഡാഷ് എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ അത് യങ്സ് മോഡുലസ് ആണെന്ന് അറിഞ്ഞിരിക്കണം. ഇനി മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ ആണ്. ഷിയർ സ്ട്രെസ്സിൻ്റെയും ഷിയർ സ്ട്രെയിനിൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ ഈ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഷിയർ സ്ട്രെസ്സ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ ലോഡ് കൊടുക്കുമ്പം ആ ഒബ്ജക്റ്റ് അതിൻ്റെ പൊസിഷനിൽ നിന്നും ഷിയർ ഓഫ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ആ ഒബ്ജക്റ്റിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സാണ് ഷിയർ സ്ട്രെസ്സ്. കറസ്പോണ്ടിങ് സ്ട്രെയിനാണ് ഷിയർ സ്ട്രെയിൻ. ഓക്കെ, ഇത് ക്യാപിറ്റൽ ലെറ്റർ എൻ വെച്ചിട്ടാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത്. മൂവ് ഓൺ നെക്സ്റ്റ് ടേം. ഇവിടെ ബൾക്ക് മോഡുലസ് ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. എന്താ ബൾക്ക് മോഡുലസ്? വെൻ എ ബോഡി ഈസ് സബ്ജക്റ്റഡ് ടു 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ഫോഴ്സ് ഓഫ് സെയിം ഇൻറ്റൻസിറ്റി, റേഷ്യോ ഓഫ് വോളുമാട്രിക് സ്ട്രെസ് ടു വോളുമാട്രിക് സ്ട്രെയിൻ ഈസ് നോൺ ആസ് ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി, ആ ബോഡീൻ്റെ മുകളിൽ 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? അടുത്തടുത്ത ഫോഴ്സുകൾ തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിലാണ് അതിന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിന് ഫലമായിട്ട് ആ ഒബ്ജക്റ്റിൻ്റെ വോളിയത്തിൽ ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാകുന്ന സ്ട്രെസ്സാണ് വോളുമാട്രിക് സ്ട്രെസ്സ്. അതിൻ്റെ സ്ട്രെയിനാണ് വോളുമാട്രിക് സ്ട്രെയിൻ. അപ്പോൾ വോളുമാട്രിക് സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിനിൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത്. അത് ക്യാപിറ്റൽ ലെറ്റർ കെ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് ഹുക്സ് ലോ എന്ന് നമുക്ക് നോക്കാം. വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണെങ്കിലാണ് ആ ലോനെ നമ്മൾ പറയുന്നതാണ് ഹുക്സ് ലോ. നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഓഫ് മൈൽഡ് സ്റ്റീൽ പഠിച്ചു. അതിൽ നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റ് എവിടെയാണെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ഇലാസ്റ്റിക് ലിമിറ്റിനുള്ളിൽ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണെങ്കിൽ അതിനെയാണ്, ആ ലോയിനെയാണ് നമ്മൾ ഹുക്സ് ലോ എന്ന് പറയുന്നത്. എന്താണ് ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ? സ്ട്രെസ്സ് കൂടുമ്പോൾ സ്ട്രെയിൻ കൂടും, സ്ട്രെസ്സ് കുറയുമ്പോൾ സ്ട്രെയിനും കുറയും. അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇത്രയും പഠിച്ച പോർഷൻസിൻ്റെ ഒരു സമ്മറൈസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പ്രോബ്ലം നമ്പർ 1 നമുക്ക് നോക്കാം.
A steel rod of 10 mm diameter and 175 mm long is subjected to tensile load of 15 kN. If Young's modulus 2 into 10 raised to 5 Newton per mm square, calculate the change in length. എന്താ പറഞ്ഞിട്ടുള്ളത് 10 mm ഡയമീറ്ററും 175 mm ലെങ്ത്തുമുള്ള ഒരു സ്റ്റീൽ റോഡുണ്ട്. അതിൽ 15 കിലോ ന്യൂട്ടൺ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അവിടെ അനുഭവപ്പെടുന്ന യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീല് അതെപ്പോഴും 2 into 10 raised to 5 ആ റേഞ്ചിലാണ് ഉണ്ടാവുക. ഓക്കെ, 2 into 10 raised to 5 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം ഗിവൺ ഡാറ്റാസൊക്കെ എഴുതാം. എന്താണ് നമുക്കറിയാം, ഡയമീറ്റർ 10 mm തന്നിട്ടുണ്ടെങ്കിൽ റേഡിയസ് 5 mm ആണ്, ലെങ്ത്ത് 175 mm, ലോഡ് ഫോഴ്സ് 15 കിലോ ന്യൂട്ടൺ ആണ്. അതിനെ നമ്മൾ ന്യൂട്ടണിലേക്ക് ആക്കുമ്പം 1000 കൊണ്ട് ഗുണിക്കണം. അപ്പം എന്ത് കിട്ടും? 15,000 ന്യൂട്ടൺ എന്ന് കിട്ടും. ഈയുടെ വാല്യൂ നമുക്കറിയാം 2 into 10 raised to 5. ഇനി നമ്മൾ ആദ്യം കാണേണ്ടത് സ്ട്രെസ്സ് കണ്ടുപിടിക്കണം. നമുക്ക് എന്ത് വേണം? ലോഡ് ഇവിടെ ഉണ്ട്, 15,000 ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്താണ്? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് സ്റ്റീൽ റോഡാണ്. അപ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്താൽ സർക്കിളല്ലേ വരിക. അപ്പോൾ അതിൻ്റെ ഏരിയ πr² ആണ്. ഓക്കെ, ആറിൻ്റെ സ്ഥാനത്ത് 5 കൊടുക്കുക. അപ്പോൾ 22/7 into 5² ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 78.57 mm² എന്ന് കിട്ടും. അപ്പോൾ സ്ട്രെസ്സ് കാണുന്നത് എങ്ങനെയാണ്? 15,000 ഡിവൈഡഡ് ബൈ 78.57 കണ്ടു കഴിഞ്ഞാൽ സ്ട്രെസ്സ് 191 ന്യൂട്ടൺ പെർ mm² എന്ന് കിട്ടും. എങ്ങനെയാണ് ന്യൂട്ടൺ പെർ mm² എന്ന് കിട്ടിയത്? നമ്മൾ ടെൻസൈൽ ലോഡിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ അല്ലേ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ്റെ യൂണിറ്റ് എന്താണ്? mm² ആണ്. അതുകൊണ്ടാണ് ന്യൂട്ടൺ പെർ mm² എന്ന് അതിൻ്റെ വാല്യൂ വന്നിട്ടുള്ളത്. മൂവ് ഓൺ. നമുക്കിനി പറയാനുള്ളത് യങ്സ് മോഡുലസ് ആണ് അല്ലേ. അവിടെ യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ സ്ട്രെസ്സ് ബൈ സ്ട്രെയിൻ ആണ്. അതിൽ നിന്ന് നമുക്ക് സ്ട്രെയിൻ കാണാമല്ലോ. എന്ത് കിട്ടും? സ്ട്രെസ്സ് ബൈ യങ്സ് മോഡുലസ്. സ്ട്രെസ്സിൻ്റെ വാല്യൂ 191, നമ്മുടെ ഈയുടെ വാല്യൂ 2 into 10 raised to 5. അത് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിൻ 0.00955 എന്ന് കിട്ടും. സ്ട്രെയിന് യൂണിറ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് എന്നുള്ള ഇക്വേഷൻ ഇല്ലേ. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? സ്ട്രെയിൻ ഇൻറ്റു ഒറിജിനൽ ലെങ്ത്. സ്ട്രെയിനിൻ്റെ വാല്യൂ പുട്ട് ചെയ്യുക. ഒറിജിനൽ ലെങ്ത് 175 ആണ്. അപ്പോൾ നമുക്ക് 0.167 mm എന്ന് നമ്മുടെ ചേഞ്ച് ഇൻ ലെങ്ത് കിട്ടും. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലം ആണ്. നമുക്ക് ഗിവൺ ഡാറ്റാസൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം സ്ട്രെസ്സ് കാണാം, ലോഡ് ബൈ ഏരിയ വെച്ചിട്ട്. അതിൽ നിന്നും യങ്സ് മോഡുലസ് ഈക്വൽ ടു സ്ട്രെസ്സ് ബൈ സ്ട്രെയിനിൽ നിന്നും സ്ട്രെയിൻ കണ്ടുപിടിക്കാം. പിന്നെ സ്ട്രെയിൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, അതിൽ നിന്ന് ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കാം. വളരെ സിമ്പിൾ പ്രോബ്ലം ആണ്. വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, പ്രോബ്ലം നമ്പർ 2 ആണ് ഇനി പറയാനുള്ളത്. എ ബാർ ഓഫ് 100 cm belongs to 101.36 cm when a load of 15,000 kg is applied to it. Take the area of cross section of bar as 10 cm square. Find stress, strain and Young's modulus. 100 cm ഉള്ള ഒരു ബാറാണ്. അതിൽ 15,000 ലോഡ് കൊടുത്തപ്പം അത് 101.36 cm ആയി ഇലോങ്ങേറ്റ് ചെയ്തു. ആ റോഡിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 10 cm² ആണ്. അങ്ങനെയാണെങ്കിൽ സ്ട്രെസ്സും സ്ട്രെയിനും യങ്സ് മോഡുലസും കണ്ടുപിടിക്കണം. അപ്പോൾ L1 ആണ് ഇവിടെ 100 cm ആണെന്ന് എടുക്കാം, ആദ്യത്തെ ഒറിജിനൽ ലെങ്ത്ത്. പിന്നെ L2 എന്ന് പറഞ്ഞാൽ അവസാനത്തെ ലെങ്ത്ത് 101.36. അതിൽ നിന്ന് നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത്ത് കണ്ടുപിടിച്ചൂടെ? വലുതിൽ നിന്നും ചെറുത് കുറച്ചാൽ Δl അഥവാ ചേഞ്ച് ഇൻ ലെങ്ത്ത് കിട്ടും. അതിവിടെ 1.36 cm എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് എന്തൊക്കെ അറിയാം? ലോഡ് അറിയാം 15,000, ഏരിയ അറിയാം. അങ്ങനെയാണ് നമുക്ക് സ്ട്രെസ്സ് കണ്ടുപിടിച്ചൂടെ? സ്ട്രെസ് ഈക്വൽ ടു 15,000 ഡിവൈഡ് ബൈ 10 എന്ന് ചെയ്ത സ്ട്രെസ്സ് കിട്ടും. ഇനി സ്ട്രെയിൻ കണ്ടുപിടിച്ചൂടെ? ചേഞ്ച് ഇൻ ലെങ്ത്ത് 1.36 ആണെന്നറിയാം. ബൈ ഒറിജിനൽ ലെങ്ത്ത് എത്രയാണ്? 100 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ട്രെയിനിൻ്റെ വാല്യൂ 0.0136 എന്ന് കിട്ടും. ഇനി യങ്സ് മോഡുലസ് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? സ്ട്രെസ്സ് ബൈ സ്ട്രെയിന്. സ്ട്രെസ്സ് 1500 എന്ന് കിട്ടി, സ്ട്രെയിന്
0.0136 എന്ന് കിട്ടി. അപ്പോൾ അത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് ആൻസർ kg/cm², യങ്സ് മോഡുലസ് കിട്ടും. ഓക്കെ, അപ്പോൾ സിമ്പിൾ പ്രോബ്ലം ആണ്. ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആദ്യം ചേഞ്ച് ലെങ്ത് കണ്ടുപിടിക്കുക, അതിൽ നിന്നും നമുക്ക് സ്ട്രെയിനിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും, പിന്നെ സ്ട്രെസ്സ് കണ്ടുപിടിക്കുക, പിന്നെ യങ്സ് മോഡുലസ് കണ്ടുപിടിക്കുക. Move on, next problem number 3 ആണ്. A wire of 1.6 cm diameter is subjected to a tensile load of 2000 kg. Find the stress and strain if the Young's modulus is 2 × 10⁶ kg/cm². എന്താ പറഞ്ഞിട്ടുള്ളത്? 1.6 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു വയർ, അതിൽ 2000 കിലോഗ്രാം ലോഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിലെ സ്ട്രെസ്സും സ്ട്രെയിനും കണ്ടുപിടിക്കുക. യങ്സ് മോഡുലസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഫോഴ്സ് എഴുതി 2000 കിലോഗ്രാം, ഡയമീറ്റർ 1.6 സെൻറ്റിമീറ്റർ ആണ്, അപ്പോൾ റേഡിയസ് എത്രയാണ്? 0.8 സെൻറ്റിമീറ്റർ ആണ്. ഈയുടെ വാല്യൂ നമ്മൾ ആദ്യം എടുത്തെഴുതാം. അതിനുശേഷം നമ്മളോട് സ്ട്രെസ്സും സ്ട്രെയിനും ആണല്ലോ കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ സ്ട്രെസ്സിൻ്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാം. ഫോഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്, 2000 ഡിവൈഡഡ് ബൈ ഏരിയ എന്താണ്? ഇത് വയറിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്ത സർക്കിളല്ലേ കിട്ടുക. അപ്പോൾ ഏരിയ πr². പൈൻ്റെ സ്ഥാനത്ത് 3.14 അല്ലെങ്കിൽ 22/7 കൊടുക്കുക. 0.8 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സ്ട്രെസ്സ് നമുക്ക് 995.2 kg/cm², അഥവാ 995.2. ഓക്കെ, ഇനി നമുക്ക് യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് സ്ട്രെസ്സ് ബൈ സ്ട്രെയിൻ ആണല്ലോ. അപ്പോൾ യങ്സ് മോഡുലസിൻ്റെ വാല്യൂ 2 × 10⁶. സ്ട്രെസ്സ് 995.2. സ്ട്രെയിൻ, അതിൽ നിന്ന് നമുക്ക് സ്ട്രെയിൻ കണ്ടുപിടിച്ചൂടെ? ഓക്കെ, യങ്സ് മോഡുലസിൽ സ്ട്രെസ് അറിയാമെങ്കിൽ സ്ട്രെയിൻ കണ്ടുപിടിക്കുക. അത് 0.005 എന്ന് കിട്ടും. എങ്ങനെയാണ് അത് കിട്ടുന്നത്? സ്ട്രെസ്സിനെ യങ്സ് മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെയിനിൻ്റെ വാല്യൂ കിട്ടും. നേരത്തെ പറഞ്ഞ പ്രോബ്ലമായിട്ട് സിമിലർ പ്രോബ്ലമാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് പ്രോബ്ലം നമ്പർ 4. A tensile load of 2000 kg applied on a rectangular rod of 2 cm × 1 cm whose length is 2 meter. Calculate the elongation in length equal to 2 × 10⁶ kg/cm². എന്താ നമുക്ക് തന്നിട്ടുള്ള 2000 കിലോഗ്രാം ലോഡ് ഒരു റെക്റ്റാങ്കുലർ റോഡിൽ അപ്ലൈ ചെയ്യാണ്. അപ്പം ഈ റെക്റ്റാങ്കുലർ റോഡ് അതെന്താ? സമചതുരാണല്ലോ. അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ചതുരാണ് ഉണ്ടാവുക. റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ചതുരം. ഓക്കെ, അപ്പോൾ ആ കട്ട് ചെയ്തെടുത്തതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും 2 സെൻറ്റിമീറ്ററും 1 സെൻറ്റിമീറ്ററും ആണ്. ലെങ്ത്ത് 2 സെൻറ്റിമീറ്ററും 1 സെൻറ്റിമീറ്ററും. ഇനി റോഡിൻ്റെ മൊത്തം ലെങ്ത്താണ് ഈ തന്ന 2 മീറ്റർ. ഓക്കെ, ഈയുടെ വാല്യൂ നമുക്കറിയാം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം സ്ട്രെസ്സ് കണ്ടുപിടിക്കുക. ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സിൻ്റെ സ്ഥാനത്ത് 2000, ഏരിയയുടെ സ്ഥാനത്ത് ഇവിടെ ചതുരാണ്, അതുകൊണ്ട് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ചെയ്താൽ ഏരിയ കിട്ടും. ഇനി നമുക്ക് യങ്സ് മോഡുലസ് അറിയാമെങ്കിൽ അതിൽ നിന്ന് സ്ട്രെയിൻ കണ്ടുപിടിച്ചൂടെ? ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം? സ്ട്രെസ്സ് ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിന് 0.005 എന്ന് കിട്ടും. ഓക്കെ, പിന്നെ ഇനി നമുക്ക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണെന്ന് അറിയാം. ചേഞ്ച് ഇൻ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് കാണാം? ഒറിജിനൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ആണ്. അതിന് നമ്മൾ സെൻറ്റിമീറ്ററിലാക്കുമ്പം എന്ത് ചെയ്യാം? 100 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ 200 സെൻറ്റിമീറ്റർ ആവും. അതിന് അപ്പോൾ ഒറിജിനൽ ലെങ്ത് 2 സെൻറ്റിമീറ്ററിൽ കിട്ടും. ഓക്കെ, 200 ഇൻറ്റു നമ്മുടെ സ്ട്രെയിനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് 0.1 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. നമുക്ക് ആദ്യം ഡയറക്റ്റായിട്ട് സ്ട്രെസ്സ് കണ്ടുപിടിക്കാം, പിന്നെ യങ്സ് മോഡുലസ് ഉപയോഗിച്ച് സ്ട്രെയിൻ കണ്ടുപിടിക്കാം, പിന്നെ ഒറിജിനൽ ലെങ്ത് നമുക്കറിയാം, Δl നമുക്ക് ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ പ്രോബ്ലം. വളരെ സിമ്പിൾ പ്രോബ്ലം ആണ്. ഇതൊക്കെ നോട്ട്ബുക്കിൽ ക്വസ്റ്റ്യൻസ് എഴുതി സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.